ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് അറിയേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആവില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. പിന്നെ കളക്റ്റീവ് ആണ്, ടൈംലെസ് ആണ്. നമുക്ക് നോക്കാം എന്താണ്. 7 ഓഫ് കപ്സിന്റെ എനർജിയാണ് ആദ്യം വന്നത്. കുറേയധികം ചോയ്സസ് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നു. പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നു. പാസ്റ്റിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുറച്ച് ആൾക്കാർ പാസ്റ്റിൽ ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എങ്കിൽ, അതിൽ പോകാതിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ കുറേയധികം ആൾക്കാരും ഉറങ്ങി കാണില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതില് 7 ഓഫ് വാണ്ട്സിന്റെ ഒരു എനർജിയാണ്. ഒരു മത്സരം ഉണ്ട് നിങ്ങളോട് ആരോ എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്കും അവരോട് മത്സരിക്കാനുള്ള ഒരു കരുത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ പേടിക്കുന്നത് ഇപ്പോൾ ഞാൻ തോറ്റു പോകുമോ, അവരോട് മത്സരിച്ചാൽ ഞാൻ തോറ്റു പോകുമോ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾക്കും കരുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കായികമായ ഒരു കാര്യത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് തളരാതിരിക്കുക. ആരെങ്കിലും നമ്മളോട് ഇപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും, പാസ്റ്റിൽ പ്രിയപ്പെട്ടവരായിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ളവർ മാത്രമേ നമ്മളോട് മത്സരിക്കാൻ വരാറുള്ളൂ. അപ്പൊ പാസ്റ്റിലെ നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിലെ ഓർമ്മകൾ, അയ്യോ ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നല്ലോ, ഇത്രയും സ്നേഹമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നിങ്ങൾക്ക് വിഷമം. ആ വ്യക്തിയോട് ഒരു എതിരായിട്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത് പാസ്റ്റിലെ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കും കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആര് നിങ്ങളോട് ഒരു മത്സരത്തിന് വന്നാലും നിങ്ങൾക്കും ജയിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ലവേഴ്സ് കാർഡാണ് ഇതിൽ. കുറച്ചധികം ആൾക്കാർക്ക് ഒരു പ്രണയത്തിലായിരുന്നിട്ട് ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് മാത്രം കാണുമോ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ആൾക്കാരും ഇതിനകത്ത് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ പോയ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്തുള്ളത്. കാരണം നിങ്ങൾ കുറച്ച് ആൾക്കാർ ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നു, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ നിങ്ങളുടെ സ്നേഹം സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു സമയമായി. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാത്തിരുന്നതായിരിക്കാം. ആ കാത്തിരിപ്പിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഹൈറഫന്റ് ആണ്. അപ്പോൾ ഇതില് ചിലപ്പോൾ ഒരു വിവാഹം ഒക്കെ ആയി, വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ആയതിനു ശേഷം മുടങ്ങിപ്പോയ ഒരു റിലേഷൻഷിപ്പ് ഇതിനകത്ത് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു വിവാഹം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് എല്ലാവരുമായിട്ട് അറിഞ്ഞ് തന്നെ ഒരു വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഒരു വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്തായാലും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സോൾ കണക്ഷൻ ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള ഒരു ആള് നിങ്ങളെ പരിചയപ്പെടാനും സാധ്യതയുണ്ട്. അതൊരു നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. ഹാങ്ഡ് മാൻ ആണ് ഈ സിറ്റുവേഷനിൽ.
നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു നിങ്ങൾ വളരെ വിഷമിക്കേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ്. പലരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇത് പാസ്റ്റിലുള്ളതായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പലരും കടന്നുപോയി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയി എന്നാണ് കാണുന്നത്. ഈ ഓർമ്മകൾ ഉള്ളത് കുറച്ച് ആൾക്കാരായിരിക്കാം, പെയിൻ ഉള്ളതും കുറച്ച് ആൾക്കാരായിരിക്കാം. പാസ്റ്റിൽ ഇതേ സിറ്റുവേഷൻ കടന്ന നിങ്ങളിപ്പോൾ ഒരു നല്ല നിലയിൽ എത്തി എന്നാണ് കാണുന്നത്. അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് സിറ്റുവേഷനിലും നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എന്നാണ് ഇന്നത്തെ ഒരു മെസ്സേജ്. നമ്മൾ ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇപ്പൊ നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എത്ര തന്നെ വിഷമിച്ചിരുന്നാലും അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. ഇതെല്ലാം കടന്നു പോകും എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നിങ്ങൾക്ക് വേണം. ഒന്നും ശാശ്വതമായിട്ടുള്ളതില്ല. ഇപ്പൊ സന്തോഷമായാലും സുഖമായാലും സമാധാനമായാലും ഒന്നും തന്നെ ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് accept ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ടെമ്പറൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പം പലരും ഒരു ഡിപ്രഷനിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കാം. ഈ പല കാര്യങ്ങളും ചിന്തിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക, അത് ചെയ്യുക. പിന്നെ ഇതിൽ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് വ്യക്തികളുടെ ഇടയിൽ നിങ്ങൾ ഒരുപാട് ശരിക്കും വിഷമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആകുന്നുണ്ടായിരിക്കും. കാരണം രണ്ടും നിങ്ങൾക്ക് വേണ്ട കാര്യമായിരിക്കാം. രണ്ടുപേരെയും അല്ലെങ്കിൽ രണ്ട് സാഹചര്യവും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നടുക്ക് നിങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇതെങ്ങനെ ഒന്ന് യോജിപ്പിക്കാം, ഈ രണ്ടും കൂടി എങ്ങനെ ഒന്ന് യോജിപ്പിക്കാം എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ കുറേയധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ surrender ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യം അല്ലെങ്കിൽ രണ്ട് സാഹചര്യവും ഒരുമിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കണ്ട എന്നാണ് കാണുന്നത്. ജസ്റ്റിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. അപ്പൊ കുറച്ചുപേര് ഇപ്പൊ ഡിവോഴ്സിന് എന്തെങ്കിലും കേസ് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർക്ക് നിങ്ങളുടെ ഓർണമെന്റ്സോ നിങ്ങളുടെ കാശോ ഒക്കെ തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിധി നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരാനാണ് സാധ്യത. അപ്പോൾ അതിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത നീതി കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾ എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. പിന്നെ ഏത് തരത്തിലുള്ള ഒരു കേസാണ് നിങ്ങൾക്ക് കോർട്ടിൽ ഉള്ളതെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് കോർട്ട് സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട്. നയൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇതും ഒരു സ്വപ്നമാണ്. ശരിക്കും മറ്റുള്ളവര് നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട്. സ്വപ്നത്തിൽ കൂടെ കുറേ negatives നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പേടിയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ അത് overthink ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഈ സ്വപ്നം. ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഉറക്കമില്ലായിരിക്കാം. നിങ്ങൾ അത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. സിക്സ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്, വിജയമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്ര സ്ട്രെസ്സിലാണ് എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾ വിഷമിച്ചിരുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു സാധ്യതയും കിട്ടും. നിങ്ങൾ ഇപ്പോൾ രാവിലെ ആയിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു സ്ട്രെസ് ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രെസ് ഒക്കെ മാറ്റിയിട്ട് വളരെയധികം സന്തോഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വരും. നിങ്ങൾ വിജയിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്.
ലവ് ആണ്. ഒരു പ്രണയം വരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് നിങ്ങളുടെ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് പലർക്കും അതൊരു വിവാഹത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഹയറഫന്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമായിരിക്കാം. നോട്ടാണ് അൺസക്സസ്ഫുൾ പ്ലാൻസ്. നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയില്ല, സക്സസ് ആകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി ആലോചിച്ചിട്ട്, ഇന്നേ ദിവസം നിങ്ങൾ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി ആലോചിക്കുക. ബേർഡ് ഫ്ലൈയിങ് ആണ്. ന്യൂസ് ഈസ് ഓൺ ദ വേ വന്നിട്ടുണ്ട്. അപ്പം എന്തോ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അത് ഒരു ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം, നിങ്ങളോട് ജോയിൻ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഒരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് വിസ സംബന്ധമായ എന്തെങ്കിലും കാര്യം, ആ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതിന്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ വരുന്നതായിരിക്കാം. അപ്പൊ നിങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്നേ ദിവസം കേൾക്കും എന്ന് കാണുന്നു. പിഗ് ആണ്. ബിവിയർ ഓഫ് ഗ്രീഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു അത്യാഗ്രഹം വേണ്ട എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സ്റ്റഫ് ആണ്. യു വിൽ ബി ടേക്കൺ കെയർ ഓഫ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഇന്നേ ദിവസം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കെയർ ചെയ്യണം എന്നാണ് കാണുന്നത്. എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ, ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എന്നാണ്. ഐ ആണ്. സൈക്കിക് എബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചിട്ട് കിടന്നുറങ്ങുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. കാരണം നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. എനിക്ക് ഈ ഒരു കാര്യത്തിന് ഉത്തരം വേണം, ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറയുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും എന്നാണ് കാണുന്നത്. ഫയർ ക്രാക്കർ ആണ്. എക്സൈറ്റ്മെന്റ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ എക്സൈറ്റഡ് ആകും എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു ന്യൂസ് വരുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആകുമായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചതായിരിക്കാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ന്യൂസ് ആയിരിക്കാം. നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഒരുപാട് എക്സൈറ്റഡ് ആകും എന്നുള്ളതാണ്. ചിലപ്പോൾ കാണാതിരുന്ന ഒരാൾ, അല്ലെങ്കിൽ കുറെ കാലം കൊണ്ട് വിളിക്കാതിരുന്ന ഒരാൾ പെട്ടെന്ന് നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ആ ഒരു മെസ്സേജ് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരാൾ നിങ്ങളെ പെട്ടെന്ന് ബ്ലോക്ക് മാറ്റി മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. അതുപോലത്തെ ഒരു ന്യൂസ്, നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, എക്സൈറ്റഡ് ആക്കുന്ന ഒരു ന്യൂസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഏഞ്ചൽ ആണ്. സ്പിരിച്വൽ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. അപ്പൊ ആൾറെഡി നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ആൾറെഡി നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട്. സ്പിരിച്വൽ ഗൈഡൻസ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ഉറക്കമില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ പെട്ടെന്നൊന്നും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ചിലപ്പോൾ സ്പിരിറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ പിതൃക്കളായിരിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ എവിടെ പോയി ചാടിയാലും അവിടെ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് പല സമയവും നിങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യമില്ലാതെ സ്വപ്നം കാണുകയും മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇപ്പൊ ആര് ഉപദ്രവിക്കാൻ വന്നാലും നമ്മൾ അത് ഏൽക്കുന്നതല്ല നമുക്ക് എന്നാണ് പറയുന്നത്. മൈസാണ്. ഡിസ്കോർഡ് among ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ചിലപ്പോൾ നിങ്ങൾ ഒന്ന് മാറി നിൽക്കാൻ
ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഫ്രണ്ട്സിന്റെ ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു ഇതൊന്നും നമുക്കൊന്ന് ബോർഡൊക്കെ കട്ട് ചെയ്ത് മാറിപ്പോയി കളയാം. വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇപ്പൊ വേണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ചിലര് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് മാറിയിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. ഈ ഒരു സ്ഥലത്തു നിന്ന് മാറിപ്പോകാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ past ൽ ഓർമ്മ വരുമ്പോൾ വേദനിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവര് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ പ്രശ്നങ്ങൾ എനിക്ക് ഈ ഓർമ്മകൾ വരുന്നത്, ഒന്ന് change ആകാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു യാത്ര പോകുന്നതായിരിക്കാം. കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് മാറി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. ബക്കറ്റ് ആണ്. കോംപ്ലിമെന്റ് ഫ്രം ആൻ അഡ്മയറർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ആരിൽ നിന്നോ ഒരു കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന ആരോ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരോ, നിങ്ങളെ ആരാധിക്കുന്ന ആരോ ഒരു കോംപ്ലിമെന്റ് തരും. ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് തരാം. ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് വന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ വ്യക്തിക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്നോട് താല്പര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ഇന്ന് ചിന്തിക്കുമായിരിക്കാം. കെയിൻ ആണ്. പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത്. നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതിരിക്കരുത് എന്നുള്ളതാണ്. ഒരുപാട് ടെൻഷനും വിഷമങ്ങളും പ്രശ്നങ്ങളും ബിസി ആയ ലൈഫിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യകത ഇന്നുണ്ടാവും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക. കാരണം നമുക്ക് ഈ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബാക്കി എല്ലാ കാര്യത്തിനും പറ്റുള്ളൂ. ഹെൽത്ത് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാകുന്നത്. ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നൊരു സോറി തോന്നൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കുള്ളൊരു നല്ല മെസ്സേജ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം അതുകൊണ്ടാണ് ഒരു ചുമ വന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട സമയമായി എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്, ഇന്നത്തെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. താങ്ക് യു. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം ഒരു പരിഹാരം ഉണ്ടാകട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ.